ഹായ് മക്കളെ, നമസ്കാരം. ഒരുപാട് കുട്ടികൾ, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന കുട്ടികൾ, യൂട്യൂബിൽ വീഡിയോ കാണുന്ന കുട്ടികൾ ഒക്കെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, സാർ ഇതുവരെ എനിക്ക് ഒന്നും അറിയില്ല, മലയാളത്തെക്കുറിച്ച് ഞാനൊന്നും പഠിച്ചിട്ടില്ല, എങ്ങനെയാണ് എഴുതേണ്ടത്, എനിക്ക് അറിയുന്ന പാഠഭാഗങ്ങൾ കൂടി ഇപ്പം മറന്നുപോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം പുസ്തകത്ത് നോക്കുന്ന സമയത്ത് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഓർമ്മയിലേക്ക് വരുന്നില്ല. മക്കളെ, ഇത്തരം പേടികളാണോ ഇപ്പം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കൃത്യമായിട്ട് കണ്ടു നോക്കുക. എന്താണ് ഇനി പഠിച്ചാൽ +1 മലയാളം ഫുൾ മാർക്ക് ലഭിക്കുമോ? ഇനി പഠിച്ചാൽ ദിവസങ്ങൾ കഴിഞ്ഞു, നാളെയല്ല അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, മലയാളം പരീക്ഷ നടക്കാൻ പോവാണ്. ഈ സമയത്ത് ഞാൻ പഠിച്ചാൽ സാറേ എനിക്ക് ഫുൾ മാർക്ക് കിട്ടുമോ? ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും ഞാൻ പ്രാധാന്യം കൊടുത്ത് പഠിച്ചു, മലയാളം എനിക്കറിയാമെന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്താണ്, മാറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ എടുത്തു നോക്കുന്ന സമയത്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് തലയും കിട്ടുന്നില്ല, വാലും കിട്ടുന്നില്ല, ആകെ പേടി കയറുന്നു സാറേ. ഈ ഒരു ടെൻഷൻ നിങ്ങളുടെ മുന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് വരുന്ന ലൈവ് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എത്തിച്ചേരുക. അതിനു മുമ്പ് ഞാൻ പറയുന്ന ഈ ട്രിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെറ്റാക്കി വെക്കുക. ആദ്യം നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് പാഠസംഗ്രഹങ്ങൾ, നമ്മുടെ ഓരോ പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള ധാരണ. അപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞു, സാർ അത് തന്നെയല്ലേ പറഞ്ഞത്, ഞങ്ങൾക്കൊരു ധാരണയില്ല എന്ന്. ആ ധാരണ ക്ലിയർ ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഏത്? ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാഠസംഗ്രഹങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. ആ പാഠസംഗ്രഹത്തിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പരിശോധിക്കുന്ന സെക്ഷനിലേക്ക് ഒട്ടും വൈകാതെ നിങ്ങൾ എന്ത് ചെയ്യുക, എത്തിച്ചേരുക. ഓരോ പാഠഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് പകരം ആ പാഠഭാഗങ്ങളുടെ ഒരു രത്ന ചുരുക്കം ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ കയ്യിലേക്ക് തരും. അത് സെറ്റാക്കി കയ്യിലേക്ക് വെക്കുമ്പോൾ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ പറ്റുന്ന രൂപത്തിലാണ് പാഠസംഗ്രഹം റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഓർക്കുക, ചോദ്യോത്തരങ്ങൾ മുഴുവൻ, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ആ ചോദ്യോത്തരങ്ങൾ എങ്ങനെ പഠിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ സന്ദർശനം എന്നുള്ള പാഠം തുടങ്ങിയിട്ട് ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ഏതായിരുന്നു? ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് അല്ല, ശസ്ത്രക്രിയ എന്ന് പറയുന്ന പാഠഭാഗത്ത് എത്തിയിട്ട് എന്ത് ചെയ്യുന്നു, പാഠഭാഗം അവസാനിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കവിതകൾ കടന്നു വരുന്നു, ഇതിനിടയിൽ ഒരുപാട് ചെറുകഥകൾ കടന്നു വരുന്നു, ഇതിനിടയിൽ ഒരുപാട് പഠനങ്ങൾ, നിരൂപണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കവിതകളെ ഇങ്ങനെ എന്ത് ചെയ്യുക, മാറ്റി സെറ്റാക്കി വെച്ചേക്കുക, കഥകളെയും നിരൂപണങ്ങളെയും സെറ്റാക്കി വെച്ച് അതിൻ്റെ ആശയം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ചോദ്യ മാതൃകകൾ, മുൻകാല പരീക്ഷകളിൽ ചോദിച്ച ചോദ്യ മാതൃകകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചോദ്യോത്തര സെക്ഷൻ സെറ്റാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാനില്ല, വരാനില്ല. അതുകൊണ്ട് ഏത് രൂപത്തിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാലും ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ലൈവ് ക്ലാസ്സിനകത്ത് റെഡിയാക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മറക്കാതെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, എത്തിച്ചേരുക. ഞാൻ പറഞ്ഞു, ആദ്യം നമുക്ക് ചെയ്യേണ്ടത് പാഠസംഗ്രഹം സെറ്റാക്കലാണ്, അതിനുശേഷം ചോദ്യോത്തരങ്ങൾ സെറ്റാക്കലാണ്. അതെല്ലാം ഇന്ന് വൈകുന്നേരത്തെ 5 മണിൻ്റെ ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. മറക്കാതെ എന്ത് ചെയ്യുക, മക്കൾ എത്തിച്ചേരുക. ഓക്കെ, താങ്ക് യു.